നമസ്കാരം, കൊട്ടാരകര മീഡിയയിലേക്ക് സ്വാഗതം. വയനാട്ടിൽ കഴിഞ്ഞ ദിവസം ഷെഡ് തകർന്നു വീണ് യുവതി മരിച്ച സംഭവത്തിൽ റിസോർട്ടിനെതിരെ ഗുരുതര ചട്ടലംഘനങ്ങൾ കണ്ടെത്തി. 900 കണ്ടി മേഖലയിലെ കാടിനോട് അതിരിടുന്ന അവസാനത്തെ സ്വകാര്യ റിസോർട്ടിലാണ് അപകടം നടന്നത്. 2 വർഷത്തോളമായി ലൈസൻസ് ഇല്ലാതെയാണ് റിസോർട്ട് പ്രവർത്തിക്കുന്നതെന്നാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ ആരോപണം. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ലൈസൻസ് ഇല്ലാത്ത മുഴുവൻ റിസോർട്ടുകളുടെയും പ്രവർത്തനം വിലക്കിയും 7 ദിവസത്തിനകം ലൈസൻസ് അപേക്ഷ പഞ്ചായത്തിൽ സമർപ്പിക്കണമെന്നും സെക്രട്ടറി ഉത്തരവിറക്കി. ജില്ലയിലെ ടൂറിസം മേഖലയിലാകെ അനധികൃത സ്ഥാപനങ്ങളുണ്ട്. മുൻപ് ടൗൺ പ്ലാനറുടെ നേതൃത്വത്തിൽ ജില്ലയിലെ ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ കണക്കെടുത്തപ്പോൾ 2000-ലധികം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിൽ 600ഓളം സ്ഥാപനങ്ങൾക്ക് മാത്രമേ നടത്തിപ്പിനാവശ്യമായ ലൈസൻസുകൾ ഉള്ളൂവെന്ന് കണ്ടെത്തിയിരുന്നു. മേപ്പാടി പഞ്ചായത്തിൽ റിസോർട്ടുകളും ഹോം സ്റ്റേകളുമായി 700-ലധികം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിൽ ഏകദേശം 56 എണ്ണത്തിന് മാത്രമാണ് പഞ്ചായത്തിന്റെ ലൈസൻസ് ഉള്ളത്. മുൻപ് എളിമ്പിലേരിയിൽ ടൂറിസ്റ്റായി എത്തിയ യുവതിയെ ആന ചവിട്ടിക്കൊന്നപ്പോഴും ഇതേ ചർച്ചകൾ ഉയർന്നിരുന്നു. ആനത്താരയിൽ ടെന്റ് അടിച്ച് താമസിപ്പിച്ചതാണ് ദുരന്തത്തിൽ കലാശിച്ചത്. വനം വകുപ്പിന്റെ അനുമതി പോലും ഇല്ലാതെയായിരുന്നു അന്ന് ആ റിസോർട്ടിന്റെ പ്രവർത്തനം. തുടർന്ന് പഞ്ചായത്തിന്റെ രജിസ്ട്രേഷൻ നിർബന്ധമാക്കുമെന്ന് പ്രഖ്യാപനമുണ്ടായെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം കെട്ടടങ്ങി. ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ഏറെക്കാലമായുള്ള ആവശ്യമാണ് ടൂറിസം സ്ഥാപനങ്ങൾ സംബന്ധിച്ച് ഡേറ്റാബേസ് തയ്യാറാക്കുകയെന്നത്. ഓൺലൈൻ വഴി പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുകയും പരസ്യം ചെയ്യുകയും അതിഥികളുടെ ബുക്കിംഗ് സ്വീകരിക്കുകയും ചെയ്യുന്നതോടെ എത്ര ടൂറിസം സ്ഥാപനങ്ങൾ ഉണ്ടെന്നോ എത്ര അതിഥികളെ സ്വീകരിക്കുന്നുണ്ടെന്നോ സംബന്ധിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് യാതൊരു ധാരണയുമില്ല. ഇപ്പോൾ അപകടം നടന്ന റിസോർട്ട് 6 വർഷമായി പ്രവർത്തിക്കുന്നുണ്ട്. മുൻപ് ഏലത്തോട്ടമായിരുന്ന സ്ഥലത്ത് ഏലം ഉണക്കാനിട്ടിരുന്ന കെട്ടിടത്തിന് നമ്പറും രേഖകളും ഉള്ളതിന്റെ മറവിലാണ് ഇവിടെ ഹട്ടുകൾ നിർമ്മിച്ചതെന്നാണ് ആരോപണം. ഇവിടെ സ്ഥിരമായി അതിഥികളെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. 900 കണ്ടിയിൽ തന്നെ ഹട്ടുകളും ട്രീ ഹൗസുകളുമായി മറ്റ് സ്ഥാപനങ്ങളുമുണ്ട്. ഒരു കെട്ടിടത്തിന് അനുമതിയെടുത്ത് കൂടുതൽ കെട്ടിടങ്ങളും ഹട്ടുകളും ട്രീ ഹൗസുകളും പണിയുന്നതാണ് ഇവരുടെയൊക്കെ രീതി. ഇതിനു പുറമെ ടെന്റുകളും അതിഥികൾക്കായി ഒരുക്കും. രേഖകളിൽ 1-2 മുറികളും യാഥാർത്ഥ്യത്തിൽ 4 ഇരട്ടി അതിഥികളെ ഉൾക്കൊള്ളിക്കാനാവുന്ന സൗകര്യവുമാണ് ഫലം. സ്വാഭാവികമായും ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഒരു അപകടം നടന്നാൽ അധികൃതർക്കുള്ള ധാരണകളാകെ നിലം പതിക്കുകയും രക്ഷാപ്രവർത്തനം പോലും അസാധ്യമാവുകയും ചെയ്യും.